മന്ദസ്മിതമുഹാംബോജം മധുരം മൃദുഭാഷിതം അവധൂതവരം ദേവം ശ്രീ അഭേദാനന്ദ സദ്ഗുരും തുല്യനിന്ദാസുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേതശിരമതിർഭക്തിമാനുപ്രിയോ നരാ. ശരിക്കും ഈ ലോകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണനും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള നരനുമാണ്. അപ്പോൾ ഈ കരച്ചിൽ മാറ്റാനായിട്ടാണ് ഭഗവാന്റെ അവതാരം മുഴുവൻ. മനുഷ്യൻ മുഴുവൻ്റെ അവൻ്റെ ജീവിതം തന്നെ കരച്ചിലാണ് കടന്നു പോകുന്നത്. കരയാണ്ട് അവർക്കിരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ കരയേണ്ടതായിട്ടുള്ള അവസരങ്ങളിൽ പൂർണ്ണമായ ഹൃദയം തുറന്ന് നല്ല രീതിയിൽ ആ ഒരു പുഞ്ചിരി എപ്പോഴും നമ്മളിൽ സൂക്ഷിക്കാനായിട്ട് ഭഗവൻ നാമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നാളെ നിനക്ക് പട്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ട് രാവിലെ വിളിച്ചു പറയുന്നു, നീ 14 വർഷം കാട്ടിലേക്ക് പോകുന്നു. 2 നേരവും ശ്രീരാമചന്ദ്രൻ്റെ മുഖത്ത് മന്ദസ്മിതമായിരുന്നു. അപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ പറഞ്ഞ രീതിയാണ്. ബ്രഹ്മണ്യോ ബ്രഹ്മ ബ്രഹ്മവിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജോ മഹോരഗഃ. ഈ പ്രകൃതിയിൽ ഈശ്വരൻ്റെ രൂപം തന്നെയാണ് പ്രകൃതി മുഴുവൻ നിറഞ്ഞു കാണുന്നത്. അതിന് അപ്പുറത്തായിട്ട് വേറൊന്നുമില്ല. നമ്മളിവിടെ എന്തൊക്കെ ദൃശ്യമായിട്ട് കാണുന്നുണ്ടോ കാണുന്നില്ലയോ, അവ്യക്ത സ്വരൂപിണിയായിട്ട് അമ്മ നമ്മുടെ മുന്നിൽ ദർശനം തരുന്നുണ്ട്. നമ്മൾ കാണുന്നത് മുഴുവൻ വിഷ്ണു ചൈതന്യമാണ്, വിഷ്ണു മായയാണ്. അമ്മയെ കവിഞ്ഞ് ആ വിഷ്ണുവിൻ്റെ രൂപം കവിഞ്ഞ് വേറൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എന്തുകൊണ്ടാണ്? വിഷ്ണു എന്ന് പറയുന്നത് വിശ്വം തന്നെയാണ്. വിശ്വം വിഷ്ണു വഷട്കാരോ എന്നാണ്. അപ്പോൾ ആ രൂപം നമ്മളിൽ എത്തിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ബ്രഹ്മാവ്, ഹരി, മഹാദേവൻ, അംബിക എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണത് ബ്രഹ്മമാകുന്നത്. ആ ബ്രഹ്മത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക, ലയിക്കുക, ചേരുക എന്ന് പറഞ്ഞാൽ ഈ 4 പേരിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരേണ്ടതിനെയാണ് ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മണ്യോ ബ്രഹ്മവിവർധന. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അതിൻ്റെ കൃത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്ന് പറയുന്നതും അതിനെ തന്നെയാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണീ നമഃ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ബ്രഹ്മം എന്നുള്ളത് നമ്മുടെ കൈക്കകത്ത് നിൽക്കുന്നതല്ല. കാരണം എന്താണ്? ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ ബ്രഹ്മപ്രാപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ, ബ്രഹ്മാനുഭൂതി ഉണ്ടാവുള്ളൂ. ബ്രഹ്മം എന്നുള്ളത് അനുഭൂതിയാണ്. തത്വമസി എന്ന് ശബരിമലയിൽ തെളിയിക്കുന്ന ആ പൂർണ്ണ രൂപമാണ് നമുക്ക് ഈ ബ്രാഹ്മണ്യത്തിൽ കാണുന്നത്. അങ്ങനെ ആ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ആ ബ്രഹ്മത്തെ അറിയുന്നവരാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണനാണ് എനിക്ക് പ്രിയനായിട്ടുള്ളത്. അങ്ങനെയുള്ള ബ്രാഹ്മണനിൽ പ്രിയമുള്ളവനാണ് മഹാവിഷ്ണു. ബ്രഹ്മണ്യോ ബ്രഹ്മവിവർധന ബ്രഹ്മവിബ്രാഹ്മണോ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രഭുവിൻ്റെ രൂപം ഏതാണ്? ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ശരിക്കും ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണത്? അത് വേദജ്ഞാനമാണ്, വേദ സ്വരൂപമാണ്, വേദജനനിയാണമ്മ. വേദം ഭഗവാനിലുള്ളതാണ്. ബ്രഹ്മാവാണ് വേദത്തിൻ്റെ സൃഷ്ടികർത്താവെന്ന് പറയുന്നത്. പക്ഷേ ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് അനന്തശായിയായ പത്മനാഭസ്വാമി തന്നെയാണ്. അപ്പോൾ വേദത്തിൻ്റെ ഉറവിടം, അതിൻ്റെ മൂലസ്ഥാനം കണ്ടെത്തുന്നത് ബ്രഹ്മാവ് ആദ്യം പറഞ്ഞു, സൃഷ്ടിക്കാൻ പറഞ്ഞ് നമുക്ക് ഒന്നും കാണുന്നില്ല, പ്രപഞ്ചമൊന്നും കാണുന്നില്ല. അപ്പോൾ കേട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് പറഞ്ഞത് തപ് നീ തപിക്കുക, തപസ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ തപസ് ചെയ്യാനായിട്ട് അദ്ദേഹം തൻ്റെ മൂലസ്ഥാനമായ ആ താമരയിൽ താഴോട്ട് വന്നപ്പോഴാണ് ഈ വേദതത്വം എന്തെന്ന് മനസ്സിലാകുന്നത്. കാരണം എന്താണ്? വേദപ്പൊരുളാണ് പത്മനാഭൻ എന്നുള്ളത്. അപ്പോൾ ആ വേദം നമുക്ക് ശരിക്കും അറിയുന്നെങ്കിൽ ആ വേദത്തിൻ്റെ രൂപം മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ. അങ്ങനെയുള്ള ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ എന്താണ്? വേദവും ബ്രാഹ്മണനും വിഷ്ണുവും തമ്മിൽ വ്യത്യാസം കാണുന്നില്ല. കാരണം ബ്രഹ്മജ്ഞാനിയാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ ചരിക്കുന്നത് എന്ന് വെച്ചാൽ ചരിക്കുന്ന
ഇരിക്കുന്നത് മുഴുവൻ ബ്രഹ്മരൂപമായിട്ട് കാണുന്നവരെയാണ് ബ്രഹ്മചാരി എന്നും പറയുന്നത്. കാണുമ്പോൾ ആളുകൾ പറയും ഇതാണ് ബ്രഹ്മം, ഇതാണ് ബ്രഹ്മം. ഒരാളുടെ പ്രവൃത്തി കാണുമ്പോൾ ഓരോ പ്രവൃത്തിയും പറയുന്നതാണ് ഇത് ബ്രഹ്മമാണ്, ഇത് ബ്രഹ്മമാണ്. അതാണ് ബ്രഹ്മചാരി, ബ്രഹ്മത്തിലൂടെ ചരിക്കുന്നത്. തൻ്റെ പ്രവർത്തനം മുഴുവൻ ബ്രഹ്മമയമാക്കി തീർക്കുന്നു. അങ്ങനെയുള്ളവർ നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഋഷിഭംഗവന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, ഇവരൊക്കെ ഓരോ പ്രവൃത്തിയും കാണിക്കുന്നത് ബ്രഹ്മരൂപമാണ്. ബ്രഹ്മണ്യോ ബ്രഹ്മഗത് ബ്രഹ്മ ബ്രഹ്മവർദ്ധന ബ്രഹ്മവി ബ്രാഹ്മണോ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജോ മഹോരക. അവരൊക്കെ എന്താണ്? മഹത്തായ കർമ്മമാണ്, മഹാതേജസ്സാണ്. തേജസ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന തേജോ പുഞ്ചമാണ്. അതാരാണ്? ശിവരൂപമാണ്. ഹോമാഗ്നിയിൽ നിറഞ്ഞു തുളുമ്പി സോമയാഗത്തിലൊക്കെ കാണാൻ സാധിക്കും. ആ പുരയുടെ മൂളറ്റം വരെ ജ്വാല ഒരുമിച്ച് നിൽക്കും. വലിയ ജ്വാലയായിട്ട് ശിവൻ ദർശനം തരുന്നു. അങ്ങനെയുള്ള മഹാജ്വാലയായിട്ടും ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം പറയുമ്പോൾ ശിവസഹസ്രനാമം തന്നെയാണ്. അമ്മയുടെ ദുർഗ എന്ന് പറയുന്നുണ്ട്, ദുർഗയുടെ നാമമുണ്ട്, അതിൽ ശിവനാമമുണ്ട്, സ്കന്ധായ നാമം, മുരുകൻ നാമമുണ്ട്. ഇതിലില്ലാത്ത നാമം ഏതാണ്? ഒന്നും തന്നെയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ തേജസ്, പ്രകാശം, ഈ പ്രകാശം നമുക്ക് ആർക്ക് കാണാൻ സാധിക്കും? ശിവൻ രൂപത്തിലാണ് കാണുന്നത്. സ്വയം പ്രകാശമായിട്ട് കാണുന്ന ആ ശിവരൂപമാണ് നമ്മളിൽ നമ്മുടെ ഗുരുനാഥന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ അടുത്ത് ചെന്നാൽ മതി, അവരെ ദർശിച്ചാൽ മതി, അത് ആ രൂപം നമ്മൾ കണ്ടാൽ മാത്രം മതി നമുക്ക് പൂർണ്ണമായ ജ്ഞാനം തരുന്നു. കാരണം എന്താണ്? ഗുരോസ്തു മൗനം വ്യാഖ്യാനം. ഗുരുവിൻ്റെ ആ ഒരു സാന്നിധ്യം മാത്രം മതി, എല്ലാം അതിൽ പ്രകടമാവും. അങ്ങനെയാണ് നമ്മൾ കണ്ടതും. കൃഷ്ണൻ്റെ അടുത്ത് കൃഷ്ണനും സുധാമാവും നിന്നപ്പോൾ ഗുരു തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്താണ്? നിങ്ങൾക്ക് എല്ലാ ജ്ഞാനവും നേടിക്കഴിഞ്ഞു, നൽകുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വാക്കാണ് അവിടെ പ്രാധാന്യം. അല്ലാണ്ട് ജ്ഞാനം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ പോലെ ഓടി നടന്ന് മേടിക്കാനുള്ളതല്ല. കിട്ടുന്നത് ഗുരുവിൻ്റെ ആ ഒരു സ്പർശനം മതി, ഇല്ലേ? അപ്പോൾ കൃഷ്ണനും സുധാമാവിനും കിട്ടിയതായിട്ടുള്ള ഗുരുവിൻ്റെ സ്പർശനം. ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണദേവനിൽ നിന്ന് ചെറുതായിട്ടുള്ള ഒരു തൂവൽ സ്പർശനം കിട്ടിയതായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ. നമ്മളിവിടെ നോക്കുകയാണെങ്കിലോ ചട്ടമ്പി സ്വാമിയിൽ നിന്ന് ആ സ്പർശനം ലഭിച്ച അഭേദാനന്ദ സ്വാമികൾ. അപ്പോൾ ഇതൊക്കെ ഈ പറയുമാതിരി ഗുരുനാഥൻ്റെ ആ ഒരു ചെറിയ സ്പർശനം, അവരുടെ ആ ഒരു വാക്ക്, അത് മതി ലോകത്തെ നമുക്ക് പ്രദാനം ചെയ്യാൻ. ഈ ലോകം മുഴുവൻ നമ്മൾ കണ്ടെത്തുന്നത് മുഴുവൻ ഗുരുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഗുരുവാണ് മഹാതേജസ്സായിട്ട് വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുമാതിരി ഇതൊക്കെ തെളിയിച്ച് തന്നത് കോടിയർച്ചനയിലേക്ക് വരുമ്പോഴാണ്. കോടിയർച്ചനയിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന ദീപപ്രകാശം, ദീപപൂരം, അതെങ്ങനെ നോക്കുമ്പോൾ എന്താണ്? എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യം അതിൽ പ്രകടമാണ്. അപ്പം അതിൻ്റെ മുന്നിൽ ഒരു നിമിഷം നമ്മൾ വന്നൊന്ന് ദർശിച്ചാൽ മതി പുണ്യം. ശരിക്കും നമ്മൾ പറയുമ്പോൾ കോടിയർച്ചന കണ്ടാൽ പുണ്യം എന്നുള്ളത് ഭവാനി കോടിയർച്ചനയാണ്. കാരണം 1000 ചിൽവാനം ആളുകളാണ് ഒരർച്ചനയ്ക്ക് ഇരിക്കുന്നത്. അർച്ചന തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാ ലൈറ്റുകളും അണയുമ്പോൾ ദീപപ്രഭയിൽ മാത്രം ആ ഒരു അർച്ചനാവേദി തിളങ്ങുന്നു. അതിൽ ഒരു വശത്ത് ശിവൻ്റെ രൂപവും മറുവശത്ത് മഹാവിഷ്ണുവിൻ്റെ രൂപവും, നടുക്കായിട്ട് അഭേദാനന്ദ സ്വാമികളിരുന്ന് മന്ത്രം പറഞ്ഞു തരുന്നതും കണ്ടു കഴിഞ്ഞാൽ ഇത് ഭൂലോകമാണോ അല്ല വൈകുണ്ഠമാണോ ഏതാണെന്ന്, കാരണം ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഭവാനി സംഗമേശ്വര ക്ഷേത്രമാണ് അവിടെ. ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നാരായണായ. ഈ സംഗമമാണ് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം കാണുന്നത്. കാരണം ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്, അവർക്ക് ഒരു വ്യത്യാസവുമില്ല. ശങ്കരനാരായണ സ്വരൂപം നിറഞ്ഞു നിൽക്കുന്ന ആ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയാണ് അഭേദാശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുണ്യാത്മാക്കളായിട്ടുള്ള എല്ലാവരും ഇതിൽ വന്ന് പങ്കുചേരുക. നമുക്ക് ഇതേ ഉള്ളൂ ജന്മസാഫല്യം. നമ്മുടെ ജന്മം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഗുരുകാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു പരാകാഷ്ഠയാണ് ജനങ്ങളുടെ എല്ലാവർക്കും വേണ്ടി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇവിടെ വന്ന് ജപിക്കുന്ന ആളിന് മാത്രമല്ല, അതിൻ്റെ റേഞ്ച് എവിടെയൊക്കെ എത്തുമോ അവിടെയൊക്കെ സമാധാനവും ശാന്തിയും പകർന്നു കൊടുക്കുന്ന ഈ മഹത്തായ ഒരു യജ്ഞ ഹോമ
ഭാവമാണ് ഇതിൽ കാണുന്നത്. ഇത് ഹോമം എന്ന് പറയുമ്പോൾ എന്താണ്? ദീപത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ ഹോമിക്കുക. നമ്മുടെ പാപങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു ചൂടിൽ എല്ലാം നശിച്ച് പൂർണ്ണമായി തീരും. അതുകൊണ്ട് നമ്മുടെ എല്ലാ പുണ്യങ്ങളുടെയും ഒരു സഞ്ചയമാണ് കോടിയർച്ചന വേദി. എല്ലാവരും അതിലേക്ക് വരിക, പങ്കെടുക്കുക.